നന്ദി യേശു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനം പറഞ്ഞ് വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ നടക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ വിശ്വസിക്കാവോ? നിങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ച് യേശു ക്രിസ്തു എൻ്റെ ഈ രോഗം മാറാൻ വേണ്ടി ക്രൂശിൽ വില കൊടുത്തു. കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്നും രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറുന്നു. രോഗത്തിൻ്റെ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുന്നു. രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല ദുരാത്മാക്കളും വിട്ടുമാറുന്നു. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇന്ന് സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയി ഉയരാൻ കഴിയാതെ തടസ്സത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. തലമുറകൾ കർത്താവെ പിന്മാറി വഴിയിൽ മാറിപ്പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. മാനസാന്തരം ഉണ്ടാകട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മയുണ്ടാകട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബ ജീവിതത്തിൽ വിള്ളലുകളേറ്റ് തെറ്റായ ബന്ധത്തിലേക്ക് പോയി വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. സകല പിശാചിന്റെ മുഖങ്ങളും ഒടിയട്ടെ, സമാധാനം വാഴട്ടെ, ഐക്യത ഉണ്ടാകട്ടെ. യേശുവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ സന്ധ്യ എന്നു പേരുള്ള ഒരു മകളെ തമ്പുരാൻ തൊടുക. കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. യേശുവിൻ്റെ ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ അത്ഭുതമായി തീരാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. കൈകളുടെ മേൽ വലിയ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേദനകൾ വിട്ടുമാറുന്നു. അത്ഭുത സൗഖ്യം നിറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ അത്ഭുതം നടക്കുന്നല്ലോ അപ്പ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ ഉള്ളത്തിൽ കാണിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ വലതുവശത്തായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ബാബു എന്നു പേരുള്ള ഒരു വ്യക്തി താമസിക്കുന്ന വീടാണത്. അതായത് നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങിയാൽ വലത് കൈ ചൂണ്ടുന്നത് ഈ ബാബു എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന ഭവനമാണ്. എന്നോട് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്ന ആ വ്യക്തിയെ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്തയെ ദൈവം കേൾപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അത്ഭുതകരമായ പ്രവൃത്തി ഈ നിമിഷം തന്നെ കർത്താവേ, അവരുടെ സകല പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ എല്ലാ ഭാരങ്ങളും മനസ്സിൽ നിന്ന് മാറട്ടെ. മനസ്സിലേറ്റ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങട്ടെ. കർത്താവെ, മനസ്സമാധാനം വാഴട്ടെ. ഈ നിമിഷം തന്നെ വലിയ കർത്താവിന് മഴയിൽ നിൽക്കുന്നത് പോലെ, വലിയ ചൂടിൽ നിന്നും മഴയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ശരീരം മുഴുവൻ തണുപ്പായി തീരട്ടെ, സമാധാനമായി തീരട്ടെ, സന്തോഷമുണ്ടാകട്ടെ. ഇപ്പോൾ കൽപ്പിക്കുന്നപ്പ നന്മ കയറാതെ തടസ്സമായി നിൽക്കുന്നതിനെല്ലാം ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. സമാധാനവും സന്തോഷവും സൗഖ്യവും ഈ നിമിഷം തന്നെ വാതിലുകൾ തുറന്നു പറട്ടെ. നിങ്ങളുടെ കർത്താവ് പറയാം, ചിലര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ വലിയ വാർത്ത കേൾക്കാൻ വേണ്ടി പോകും. 7 വർഷമായി ബ്ലോക്കായി നിന്ന വിഷയം മെയ് മാസം 8-ാം തീയതി ജനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നിങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. വലിയ സാക്ഷ്യമാക്കി സ്വർഗം മാറ്റുന്ന കുടുംബയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.